അസ്സലാമു അലൈക്കും. ജിനു, എനിക്ക് ചായ കുടിക്കുമ്പോൾ ഓർമ്മ വന്നത് എന്താണെന്നറിയോ? എന്താ? അന്ന് നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്തില്ലേ? അന്ന് തട്ടുകടയിൽ നിന്നും ചായ കുടിച്ചത് ഓർമ്മയുണ്ടോ? നിനക്ക് നീ പഴംപൊരിയും ചായയുമായി വന്നപ്പോൾ എനിക്ക് ആ ദിവസമാണ് ഓർമ്മ വന്നത്. അതെ, ആ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റൂലല്ലോ ഷാനുക്ക. മധുരമുള്ള ഓർമ്മകളല്ലേ. ഇനി എപ്പോഴാണ് നമ്മൾ അതുപോലെയൊക്കെ? ആർത്തു പെയ്യുന്ന മഴയെ നോക്കി ഷാനു പതിയെന്ന് ചോദിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞ ഷാനുക്ക എന്നെ കളിയാക്കോ? ഇല്ല. എന്താ? ഞാൻ കളിയാക്കില്ല, നീ പറ. എൻ്റെ ഷാനുക്ക എന്നെ പെണ്ണ് കാണാൻ വരുന്നതിന് മുമ്പ് ഷാനുക്കാനെ ഞാൻ കണ്ടുമുട്ടിയെങ്കിലേ തീർച്ചയായും ഞാൻ പ്രണയിച്ചേനെ. സത്യമാണോ ജിനു നീ പറയുന്നത്? അവൻ കണ്ണ് തള്ളിക്കൊണ്ട് അവിടെയെന്ന് ചോദിച്ചു. എന്നെ പ്രണയിക്കുന്ന കാര്യം തന്നെയാണോ നീ ഇപ്പോൾ പറഞ്ഞത്? പിന്നല്ലാതെ. എന്താ? ഷാനുക്കാക്ക് എന്തായാലും കുഴപ്പം? അല്ല, നീ പറഞ്ഞതിൽ മിസ്റ്റേക്ക് സംഭവിച്ചതാണ് കരുതി ക്ലിയർ ആക്കാൻ വേണ്ടി ചോദിച്ചതാ. ഞാൻ പറഞ്ഞത് സത്യമാണ് ഷാനുക്ക. അതിന് മാത്രം എന്താ പെണ്ണെ എനിക്കുള്ളത്? നീ നോക്ക്, നീയും ഞാനുമുള്ള തമ്മിലുള്ള കളർ വ്യത്യാസം. അവൻ്റെ കൈ അവളുടെ കൈക്ക് മുകളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. രാത്രിയും പകലും പോലെയുണ്ട്. അവനത് പറയാൻ നേരമില്ല. അപ്പോഴേക്കും അവൾ ദേഷ്യത്തോടെ കൈ പിൻവലിച്ചു. ഷാനുക്കാനോട് ആരാ പറഞ്ഞത് ഈ വെളുപ്പിലാണ് സൗന്ദര്യമെന്ന്? ആരും പറയണ്ട. ഉദാഹരണമല്ലേ എൻ്റെ അടുത്തിരിക്കുന്ന നീ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ ഇങ്ങനെ ദേഷ്യമാവല്ലേ. ദേഷ്യമായാൽ മാറ്റാം, എന്നെക്കൊണ്ട് ഇപ്പോൾ പറ്റൂല, അവൻ കുസൃതിയോടെ പറഞ്ഞു. ഞാനും നീ ചായ മുഴുവൻ കുടിക്കട്ടെ, എന്നിട്ട് നിൻ്റെ പിണക്കം മാറ്റിത്തരാം. ഇങ്ങനെ തിരിഞ്ഞിരിക്കാതെ എൻ്റെ കൈ ഒന്ന് കഴുകിത്താ ഭാര്യയെ. അതോ ഞാൻ ആദ്യം വിളിക്കണോ? വേണ്ട. അത് പറഞ്ഞ് ഉടൻ വേഗം കൈ കഴുകി കൊടുത്തു. ഞാനൊരു തമാശ പറയുമ്പോഴേക്കും നീ പിടങ്ങിയാലോ? കേൾക്കുന്ന എനിക്കും തോന്നുന്നുണ്ട് ഇത് തമാശയാണെന്ന്. ഇനി ഞാൻ കളറിനെ കുറിച്ച് പറയില്ല, പോരെ? നല്ല കുട്ടി. ഷാനുക്ക, എനിക്ക് ആരാണെന്നറിയാമോ? എനിക്കറിയില്ല പെണ്ണേ. നീ പറയുന്നത് കേൾക്കാൻ എനിക്കിഷ്ടം. പറയട്ടെ? പറ പെണ്ണേ. ഷാനുക്ക. അവൾ എന്തോ പറയാൻ വരുമ്പോഴേക്കും ഡോറിൻ്റെ മുമ്പിൽ നിന്നും ഷാനുക്ക എന്ന് വിളി കേട്ടു. ഉടനെ തന്നെ രണ്ടുപേരും ഡോറിന് നേരെ നോക്കുമ്പോൾ ഡോറിന് മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ട് ഷാനൊന്ന് നിർത്തി. റിൻഫ. അവൻ്റെ വായിൽ നിന്ന് അവൻ പോലും അറിയാതെ ആ പേര് വന്നപ്പോൾ ആ പേരും അവൻ്റെ നെട്ടലും ജിനു വ്യക്തമായി കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നു. അവൾക്ക് പിന്നിൽ ഉമ്മയുമുണ്ട്. ഉമ്മ വരുമ്പോൾ ഉമ്മാക്കൊപ്പം വന്നതാവുമെന്ന് ഷാൻ ഊഹിച്ചു. നീ എപ്പോൾ വന്നു? ഇപ്പോൾ വന്നേയുള്ളൂ. ഉടനെ ഷാനുഖാൻ്റെ അരികിലേക്ക് വന്നതാ. ഷാനുഖാൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ ഇന്നാണ് ഉമ്മ പറഞ്ഞിട്ട് അറിഞ്ഞത്. എങ്ങനെയുണ്ട്? എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? ഇല്ല, കുറച്ച് കുറവുണ്ട്. ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകണം. അവൻ അവിടെയും തൊടാതെ ഒരു മറുപടി പറഞ്ഞു. എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഉമ്മ അരികിൽ തന്നെ നിൽപ്പുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഷാനുഖാനെ കാണുന്നത്. അത് ഈ അവസ്ഥയിൽ ആയിപ്പോയല്ലോ. എല്ലാം വിധിയാണ്. വിധിയെ തടുക്കാൻ ആർക്കും പറ്റില്ല. നിൻ്റെ വിശേഷങ്ങൾ പറ. എനിക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, അങ്ങനെ പോകുന്നു. ഹസ്ബൻഡ് ഇപ്പോൾ നാട്ടിലാണോ അത് ഗൾഫിലാണോ? ഗൾഫിലാണ്. ഇപ്പോൾ അടുത്ത് വന്ന് പോയതാ. ഇപ്പോൾ 3 മാസമായി. ഹസ്ബൻഡിനോട് പറ നിന്നെയും അങ്ങോട്ട് കൊണ്ടുപോവാൻ. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അത് അവിടെയും ഇവിടെയും ജീവിച്ച് ചേർത്തിട്ട് എന്താ കാര്യം? പോവണം. ആദ്യം അവിടെ ഒന്ന് സെറ്റിലാവട്ടെ. ഷാനു ഇത്രയും ഫ്രീ ആയി സംസാരിക്കുന്നത് ആരോടാണെന്നറിയാതെ അവരെ ഇരുപേരും മിഴിച്ചു നോക്കി നിൽക്കുകയായിരുന്നു. ജിനു. മോനെ, നിങ്ങൾ സംസാരിക്കും, ഞാൻ പോയി വേഷമൊന്ന് മാറട്ടെ, അവനെ നോക്കി പറഞ്ഞ് ഉമ്മ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഷാനുഖാൻ്റെ വൈഫിനെ ഞാൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ലല്ലോ. ജിനുവിൻ്റെ നിൽപ്പ് കണ്ടിട്ടാണ് അവൾ പറഞ്ഞത്. ഇത് ഇവിടുത്തെ ഉമ്മാൻ്റെ സഹോദരൻ്റെ മകളാണ് റിൻഫ. നിങ്ങൾ സംസാരിക്കേ, ഞാൻ ഈ പാത്രം കൊണ്ടുവെക്കട്ടെ. അവരുടെ സംസാരം ഇഷ്ടപ്പെടാത്തതുപോലെയായിരുന്നു അവളുടെ പെരുമാറ്റം. അത് റിൻഫക്ക് മനസ്സിലായില്ലെങ്കിലും ഷാനുവിന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഷാനുഖാൻ്റെ വൈഫ് ആൾ സൈലൻ്റ് ആണല്ലോ. അതോ എന്നെ പരിചയമില്ലാത്തത് കൊണ്ടാണോ ഒന്നും പറയാതെ പോയത്? സൈലൻ്റ് ഒന്നുമില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കണ്ട എന്ന് കരുതിയാവും അവൾ പോയത്. പഴയ കാര്യങ്ങൾ എന്തെങ്കിലും ഷാനുക്ക വൈഫിനോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നന്നായി. പറഞ്ഞിരുന്നെങ്കിൽ അവളെ മുമ്പിൽ നിൽക്കാൻ എനിക്കും ചെറിയൊരു പ്രയാസമായേനെ. നീ ഇന്ന് പോകുന്നില്ലല്ലോ? ഇല്ല, ഇന്നൊരു ദിവസം ഇവിടെ നിന്നിട്ടേ പോവുള്ളൂ.
വീണ്ടും അവൾ എന്തോ പറയാൻ വരുമ്പോഴും ആദ്യ റൂമിലേക്ക് കയറി വന്നു. സാധാരണ അവൻ്റെ റൂമിലേക്ക് ആരെങ്കിലും കാണാൻ വന്നാൽ ആദ്യം ഇറങ്ങിപ്പോവാറാണ് പതിവ്. പക്ഷേ ഇന്ന് നേരെ വിപരീതമായിരുന്നു. ആദ്യം ഇപ്പോൾ ഇവിടേക്ക് കയറി വന്നെങ്കിൽ അതിന് പിന്നെ ജിനു തന്നെയാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. റൂമിലേക്ക് കയറി വന്ന ആദ്യം ഹെഡ്സെറ്റും ചെവിയിൽ വെച്ച് സോഫയിലേക്ക് ഇരുന്നു. അവൻ കേൾക്കുന്ന പാട്ടിനനുസരിച്ച് കണ്ണുകൾ അടച്ച് താളം പിടിക്കുന്നുണ്ട്. നീ എന്താ അവിടെ നിൽക്കുന്നത്? ഇവിടെ ഇരിക്കേ. ചെയർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഷാനു പറഞ്ഞു. ഷാനുഖാൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം. എൻ്റെ സമാധാനം ചോദിക്കുക. എങ്ങനെയുണ്ടിപ്പോൾ? കാലുകൾ ചലിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്, ഇതേ കണ്ടോ? അവൻ കാൽവിരലുകൾ പതിയെ ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് നീ ഉമ്മാനോട് പോയി പറയണ്ട. എനിക്കറിയാം ഷാനുഖാൻ്റെ ഉമ്മാനെ. ഞാൻ പറയില്ല. എത്രയും പെട്ടെന്ന് ഷാനുക്ക എണീറ്റ് നടക്കട്ടെ. അതിനുവേണ്ടി ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ എന്നും എൻ്റെ പ്രാർത്ഥനയിൽ ഷാനുഖാനെ ഉൾപ്പെടുത്താറുണ്ട്. പക്ഷേ ഇന്നു മുതൽ സ്പെഷ്യലായിട്ടുണ്ടാവും കേട്ടോ. താങ്ക്സ്. എൻ്റെ വിവാഹത്തിന് നീ എന്തേ വരാഞ്ഞത്? ഒരുപാട് ആളുകളോടൊന്നും വിവാഹം പറഞ്ഞില്ലെങ്കിലും എനിക്ക് വേണ്ടപ്പെട്ടവരിൽ ഒരാളായിട്ട് നിന്നെ ഞാൻ വിളിച്ചിരുന്നല്ലോ. പക്ഷെ നീ വന്നില്ല. നീ വരുമെന്ന് ഒരുപാട് പ്രതീക്ഷിച്ചു. ആഗ്രഹം ഉണ്ടായിരുന്നു ഷാനുക്ക. പക്ഷേ എന്തോ വരാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. വീണ്ടും അവർ രണ്ടുപേരും എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരുന്നു. ഇടയ്ക്ക് ചിരിയും ഇടയ്ക്ക് മൗനവും നിറഞ്ഞ അവരുടെ സംസാരത്തിൽ ആദിയിൽ എന്തൊക്കെ സംശയങ്ങൾ ഉടലെടുത്തു. അവർ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് 1-2 തവണ ജിനു റൂമിൻ്റെ ഡോറ് വരെ വന്നെങ്കിലും അവരുടെ സംസാരത്തിന് അവളെ തടസ്സമാവണ്ട എന്ന് കരുതി അവൾ പിൻവലിഞ്ഞു പോയി. നീ ഷാഹീനെ കണ്ടില്ലേ? കണ്ടു. ഇപ്പോഴും പഴയ സ്വഭാവത്തിനൊരു മാറ്റമില്ലല്ലേ? എന്താ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അവന് പറയാൻ നാവുണ്ടാവില്ല, അതറിയില്ലേ? അത് പറയുമ്പോൾ അവളുടെ മുഖത്ത് പ്രകടമാകുന്ന ദേഷ്യം മനസ്സിലാക്കി ആദി ഫോൺ ഓഫാക്കി വെച്ച് അവരെ സംസാരിച്ച് ശ്രദ്ധിച്ചു. അവൻ്റെ ഒരുമാതിരി നോട്ടം കണ്ടപ്പോൾ എനിക്ക് തോന്നി അവൻ നന്നായിട്ടില്ലെന്ന്. ഷാനുക്ക വൈഫിനോട് അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നോ? ഞാൻ പറഞ്ഞിരുന്നു. ഉമ്മാനെയും പെങ്ങളെയും തിരിച്ചറിയാത്തവനാണവൻ. അതുകൊണ്ട് അവളോടത് സൂക്ഷിക്കാൻ പറയണം കേട്ടോ. അവളോട് മോശമായി പെരുമാറാനുള്ള ധൈര്യമൊന്നും അവന് കാണില്ല. കാരണം എൻ്റെ സ്വഭാവം അവന് നന്നായിട്ടറിയാലോ. ഷാനുഖാനെ അവന് പേടിയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഷാനുഖാൻ്റെ അവസ്ഥ അവന് മുതലാക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളോട് സൂക്ഷിക്കാൻ പറയണമെന്ന്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉണ്ടായാൽ പിന്നെ അവൻ എന്നേക്കുമായി ഈ വീടിന് പുറത്താണ്. അത് പറയുമ്പോൾ അതുവരെ കാണാത്ത ദേഷ്യമായിരുന്നു ആദി ഷാനുവിൽ കണ്ടത്. വീണ്ടും അവർ എന്തൊക്കെയോ സംസാരിക്കുമ്പോൾ രണ്ടുപേരും മറ്റേതോ ലോകത്താണെന്ന് അവരെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന ആദി മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ചായ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ഉമ്മ അവളെ വിളിച്ചപ്പോഴാണ് സംസാരം നിർത്തി അവൾ താഴേക്ക് പോയത്. അവൾ റൂമിൽ നിന്ന് പോയതും ഷാനു ഒന്ന് കണ്ണടച്ച് തുറന്ന് മറു സൈഡിലേക്ക് നോക്കി. എന്തോ ആലോചനയിലാണ്ട് കിടന്നു. അതാരാ സാർ? അവൻ്റെ ആ ചോദ്യം ഷാനു കേട്ടതേയില്ല. കാരണം ഷാനു മറ്റേതു ലോകത്തായിരുന്നു. സാർ, ഇത്തവണ ആദി ഷാനുവിനെ ഒന്ന് തട്ടി വിളിച്ചു. എന്തേ? ആദിയെ നോക്കി എന്തേന്ന് ചോദിക്കുമ്പോൾ ഷാനുവിൻ്റെ കണ്ണിൽ ഉരുണ്ടുകൂടിയ കണ്ണുനീർ ആദി വ്യക്തമായി കണ്ടിരുന്നു. ആ സമയം ആദിക്ക് അവനോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവർ സോഫയിലേക്ക് തന്നെ ഇരുന്നു. വീണ്ടും ഷാനു അതേ ഇരിപ്പ് തുടർന്നു. സാറിന് കിടക്കണോ? എന്നെ ഒന്ന് പിടിച്ച് കിടത്തിക്കേ. നീ എന്താടാ നേരത്തെ എന്നോട് ചോദിച്ചത്? സാർ ഓക്കെ ആണോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? എന്നെ കണ്ടിട്ട് നിനക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തോ? അതിന് ആദ്യം അവനെ നോക്കിയെന്ന് ചിരിച്ചു. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആൾ സാറിൻ്റെ ആരാ എന്നാ ഞാൻ ചോദിച്ചത്. അത് ഇവിടുത്തെ ഉമ്മാൻ്റെ ആങ്ങളുടെ മോളാണ്. അത് മനസ്സിലായി. സാറിൻ്റെ ആരായിരുന്നു എന്നാ എൻ്റെ ചോദ്യം. എൻ്റെ ആര്? നീ എന്തൊക്കെയാടാ അത് ചോദിക്കുന്നത്? മോനെ ഉരുളല്ലേട്ടോ. അത് ഇവിടുത്തെ ഉമ്മാൻ്റെ സഹോദരൻ്റെ മകൾ മാത്രമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങളെ നല്ല ഫ്രണ്ട്സായിരുന്നു. അല്ലാതെ തമ്മിൽ ഒരു ബന്ധമില്ല. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ നീ വിശ്വസിക്കണ്ട. ഇതിനു മുമ്പ് സാറിനൊരു പ്രണയമുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ലായിരുന്നു? ആ ആളല്ലേ ഇപ്പോൾ ഇറങ്ങിപ്പോയത്? അതിന് ഷാനു അവനെ ഒന്ന് കണ്ണുരുട്ടി നോക്കി. ഇങ്ങനെ നോക്കിയാലൊന്നും ഞാൻ പേടിക്കൂല. എന്നോട് പറഞ്ഞാലെന്താ? ഞാൻ ആരോടും പറയൂല. അതിനു മുമ്പ് നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ, ഞാൻ പറയാം. ജിനു പറഞ്ഞിട്ടല്ലേ നീ കുറച്ചു മുമ്പ് റൂമിലേക്ക് കയറി വന്നത്? ആരെങ്കിലും എന്നെ കാണാൻ റൂമിലേക്ക് വരുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആൾ അവൾ ഇവിടെ നിൽക്കുമ്പോൾ നീ കയറി വന്നെങ്കിലേ അത് ജിനു പറഞ്ഞിട്ടാണെന്ന് എനിക്ക് ഉറപ്പാണ്. അതെ, അവൾ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത്. അത് സംശയമായിട്ടില്ല. ഉമ്മാൻ്റെ സഹോദരൻ്റെ മകളാണെന്ന് അറിഞ്ഞിട്ടായിരുന്നു.
ഉമ്മാനെ പോലെയാണ് ഉമ്മാൻ്റെ ആളുകളും എന്നാണ് അവൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് എന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത്. ഏയ്, ഉമ്മാനെ പോലെയല്ല. ഉമ്മാൻ്റെ ആങ്ങളൻ്റെ മോളാണെങ്കിലും അവളൊരു കുറവ് മാത്രമേ അവൾക്കുള്ളൂ. അവളുടെ സ്വഭാവം നല്ല സ്വഭാവമാണ്. പിന്നെ ഷാഹിനോട് അവൾക്ക് പണ്ടേ വെറുപ്പാ. കാരണേ അവൻ്റെ സ്വഭാവം അങ്ങനെയുള്ളായതുകൊണ്ട്. അവളോടും അവൻ മോശമായി കാണുമെന്നല്ല, ഒരിക്കൽ അവൻ അങ്ങനെ ഒരു രീതിയിൽ പെരുമാറി. അതിന് അവളോട് തക്കതായ ശിക്ഷ അവന് കൊടുത്തിരുന്നു. പിന്നെ അവളോട് മോശമായിട്ട് അവൻ പെരുമാറിയിട്ടില്ല. അല്ല, ഞാൻ ചോദിച്ചതിന് മറുപടി തന്നില്ലല്ലോ. അതിന് നീ എന്താ ചോദിച്ചത്? ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ പോവാം. എന്താണ് നിനക്കറിയേണ്ടത്? ചോദിക്ക്. ആരെയെ തേച്ചത്? സാറാ ആ പെണ്ണിനെയോ അതോ അവൾ നിന്നെയോ? അവനിൽ നിന്ന് പലതും അറിയാനുള്ള വെമ്പലോടെ ചെയർ നീക്കി ഷാനുവിൻ്റെ ബെഡിനോട് അടുപ്പിച്ച് അതിലേക്ക് ഇരുന്നു. ആരും ആരെയും തേച്ചിട്ടില്ലടാ. പിന്നെ എങ്ങനെ അത് വിജയിക്കാതെ പോയി? അറിയണമെന്ന് നിനക്ക് നിർബന്ധമാണോ? നിർബന്ധമൊന്നുമില്ല, ഒരു ആകാംക്ഷ. ഷാനുവിനൊക്കെ അവനൊരു പ്രത്യേക ഭാവത്തിൽ പറഞ്ഞു. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും നീ ജിനുവിനോട് പറയരുതട്ടോ. അവൾക്ക് ചെറിയൊരു കാര്യം മതി ടെൻഷനാവാൻ, പ്രത്യേകിച്ചും ഇതുപോലെയുള്ള കാര്യം. ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. വെറുതെ പൊടി തട്ടിയെടുത്ത് നമ്മുടെ ജീവിതത്തിൽ വിള്ളൽ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അവൾ നിന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ നീ ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോവും. അതാ ഞാൻ ആദ്യം തന്നെ മുന്നറിയിപ്പ് തന്നത്. നീ ഒരിക്കലും പറയണ്ടട്ടോ. എന്നെ വിശ്വസിക്കാം. വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ നിന്നെ ഞാൻ കൂടെ കൂട്ടിയത്. അപ്പോൾ വന്ന പെണ്ണിൻ്റെ വിവാഹം കഴിഞ്ഞോ? അവളുടെ കല്യാണം 1.5 വർഷമായി കഴിഞ്ഞിട്ട്. ഒരുപാട് ഇഷ്ടമായിരുന്നില്ലേ അവളെ? ഞാൻ അവളെ ഇഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ അവൾ എന്നെയായിരുന്നു ഇഷ്ടപ്പെട്ടത്. ആദ്യം ഇഷ്ടം തുറന്നു പറഞ്ഞതും അവളായിരുന്നു. ആദ്യം ഞാൻ വിശ്വസിച്ചില്ല. എന്നെ പറ്റിക്കാൻ അവൾ പറഞ്ഞതാണെന്നാണ് ഞാൻ കരുതിയത്. കാരണം എന്നേക്കാൾ സൗന്ദര്യം തൊലിപ്പുളമുള്ള ആളല്ലേ ഷാഹി. മാത്രമല്ല സ്വന്തം മുറച്ചെറുക്കനും. അവൻ നിൽക്കെ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നു. പിന്നെ അവൾ സീരിയസ് ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു തമാശയല്ലെന്ന്. അപ്പോൾ സാറിന് അവളെ ഇഷ്ടമല്ലായിരുന്നോ? ആയിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഇഷ്ടം അവളോട് പറയാതെ മനസ്സിൽ സൂക്ഷിച്ചു. കാരണം എൻ്റെ സാഹചര്യം അങ്ങനെയാണല്ലോ. ഇത് മറ്റാർക്കെങ്കിലും അറിയോ? അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടുത്തെ ഉമ്മാക്ക് അറിയോ? അറിയാം. ഉമ്മാക്ക് ഇഷ്ടമായിരുന്നു അവളെ. ഞാൻ വിവാഹം കഴിക്കുന്നതിനോട് കാരണം എന്നിലുള്ളതെല്ലാം ലാസ്റ്റ് വന്നു ചേരുന്നത് സ്വന്തം ആങ്ങളുടെ മോൾക്കല്ലേ. അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എന്തേ അത് ഇല്ലാതാവാൻ കാരണം? ഞാൻ ചുരുക്കി പറഞ്ഞു തരാം. വലിച്ചു നീട്ടി പറയുമ്പോഴേ ജിനു ഇങ്ങോട്ട് വന്നു എന്ന് വരും. അവൾക്ക് ഉപ്പയില്ല എന്നെപ്പോലെ. കുഞ്ഞുനാളിലെ അവളുടെ ഉപ്പ മരിച്ചു പോയതാണ്. പിന്നെ അവരെ കാര്യങ്ങളെല്ലാം നോക്കിയത് അവളുടെ ഉമ്മാൻ്റെ വീട്ടുകാരാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അവളെ ഉമ്മാൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല, അംഗീകരിച്ചില്ല. അവരെ വാക്ക് തട്ടി ഞാനുമായിട്ടുള്ള വിവാഹം നടത്തിയാലേ പിന്നെ ഞങ്ങളുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായി മറന്നേക്കണമെന്ന് അവളുടെ ഉമ്മ വീട്ടുകാർ കർശനമായി അവരോട് പറഞ്ഞു. അവളെ ഉപ്പ മരിച്ചെന്നു മുതൽ ഒരു കുറവും അറിയിക്കാതെയാണ് അവളെ എൻ്റെ വീട്ടുകാർ നോക്കിയത്. പിന്നെ അവരെ വാക്ക് തട്ടി ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടത്തിയാലേ അവർക്ക് നഷ്ടപ്പെടുന്നത് ആ വീട്ടുകാരെ മാത്രമല്ല ഉമ്മാൻ്റെ കുടുംബം മൊത്തം അവർക്ക് നഷ്ടമാകും. അപ്പോൾ അവളെ ഉമ്മാൻ്റെ ഫാമിലി മൊത്തം എതിർപ്പായിരുന്നു. അതെന്താ? അതെ, എല്ലാവരെയും വെറുപ്പിച്ച് വേണമെങ്കിൽ എനിക്ക് അവളെ കൂടെ കൂട്ടാമായിരുന്നു. പക്ഷേ അങ്ങനെ ഞാൻ ചെയ്താൽ ആ ഉമ്മാൻ്റെ അവസ്ഥ നീയൊന്ന് ആലോചിച്ച് നോക്ക്. ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീയാണ്. അന്നു മുതൽ ഒരു കുറവും അറിയിക്കാതെ അവരെ വീട്ടുകാർ എന്തിനും ഏതിനും അവരെ കൂടെയുണ്ട്. ഞാൻ അവളെ വിവാഹം ചെയ്യുന്നതിൻ്റെ പേരിൽ അവർക്ക് എല്ലാം അവിടെ നഷ്ടമാവും. അറിഞ്ഞുകൊണ്ട് അവരെയൊക്കെ ഞാനൊരു വേദനയിലേക്ക് തള്ളിവിടണോ? അവൾ എന്നോട് പറഞ്ഞിരുന്നു ഷാനുക്ക വിളിച്ചാൽ ഞാൻ കൂടെ ഇറങ്ങി വരുമെന്ന്. എനിക്കറിയാം ഞാൻ വിളിച്ചാൽ അവൾ വരുമെന്ന്. കാരണം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവൾക്കെന്നെ. അവൾ ഇവിടെ വന്ന് നിൽക്കാറുണ്ടായിരുന്നു. ഉമ്മാക്ക് പെൺകുട്ടികളില്ലല്ലോ. അപ്പോൾ ഉമ്മാനെ ഇടയ്ക്കിടയ്ക്ക് സഹായിക്കാൻ വരും. അങ്ങനെയാണ് ഞങ്ങളെ പ്രണയം മുട്ടിട്ട് തുടങ്ങിയത് എന്നു കരുതി അനാവശ്യമായൊരു നോട്ടമോ ഒരു സ്പർശനമോ എൻ്റെ ഭാഗത്തു നിന്നും അവൾക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ ആ ഡീസൻറ്റ് സ്വഭാവമായിരുന്നു അവൾക്ക് എന്നെ ഇഷ്ടപ്പെടാൻ കാരണം. അവളൊരു മോളേ ഉള്ളൂ. ഇല്ല, അവൾക്കൊരു അനിയത്തിയുണ്ട്. എന്നെ കിട്ടിയില്ലെങ്കിലേ വിവാഹം തന്നെ കഴിക്കില്ലെന്ന് അവൾ വാശിയിലായിരുന്നു. അവളോടുള്ള പ്രണയം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ നല്ലൊരു ഫ്രണ്ടിൻ്റെ സ്ഥാനത്ത് ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോഴെല്ലാം അവൾക്ക് പറയാനുണ്ടായിരുന്നത് എൻ്റെ സ്ഥാനത്ത് അവൾക്ക് വേറെ ഒരാളെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നായിരുന്നു. എൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെ ആയിരുന്നു.
പക്ഷേ അവൾക്ക് മുന്നിൽ എനിക്കത് പ്രകടിപ്പിക്കാൻ കഴിയില്ലല്ലോ. അവളോടുള്ള ഇഷ്ടം കുഴിച്ചു മൂടിക്കൊണ്ട് മറ്റൊരു വിവാഹത്തിലേക്ക് ഞാൻ അവളെ തള്ളിവിട്ടു. അതും അവളെ ഉമ്മാനെ ഓർത്തു മാത്രം. പിന്നെ ഞങ്ങൾ പിരിഞ്ഞു. 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അവൾ വിവാഹത്തിന് സമ്മതം മൂളിയത്. അതും അവളെ ഉമ്മാൻ്റെ വീട്ടുകാരെ ഭീഷണിക്ക് മുമ്പിൽ. വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇന്നാണോ അവൾ സാറിനെ കാണുന്നത്? അല്ല, 1-2 തവണ അവൾ ഇവിടെ വന്നിരുന്നു, അവൾ ഹസ്ബൻഡിനോടൊപ്പം. പിന്നെ വിവാഹത്തിന് ശേഷം ആദ്യമായിട്ടാ ഇങ്ങോട്ട് താമസിക്കാൻ വരുന്നത്. കഷ്ടമായിപ്പോയി. എന്തേ? അല്ല, അവളും സാറും ഒന്നിക്കാതെ പോയത്. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? അവളെപ്പോലെ തന്നെ സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരു പെണ്ണിനെയല്ലേ എനിക്ക് കിട്ടിയത്. അത് ശരിയാ, അത് കറക്റ്റാട്ടോ. നേരത്തെ ഞാനും അവളും സംസാരിക്കുന്നത് കണ്ട് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയത് അവൾ. പിന്നെ ഈ വഴി വന്നിട്ടില്ല. നീ ഒന്ന് താഴെ പോയി നോക്കിയിട്ട് വാ. വിളിക്കണോ? വേണ്ട, അവൾക്ക് അവിടെ എന്താ ജോലിയെന്ന് നോക്കിയാൽ മതി. എന്നാൽ ഞാൻ നോക്കി വരാം. നീ എന്തിനാ ജിനു ഇങ്ങനെ മുഖം വീർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത്? റിനു വന്നത് മുതൽ നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിന്നെപ്പോലെ ഒരു പെണ്ണല്ലേ അവൾ. നിനക്ക് അവളോടൊന്ന് മിണ്ടിയാലെന്നാ? കിച്ചണിൽ എന്തോ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന ജിനുവിനെ നോക്കിയായിരുന്നു ഉമ്മ പറഞ്ഞത്. താഴേക്ക് ഇറങ്ങി വരുന്ന ആദി അവരെ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു. അവളൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഈ അഹങ്കാരം കാണിക്കാൻ നീ ഇന്ന് ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല. അത് കേട്ട ആദി, എൻ്റെ ദൈവമേ, എല്ലാം ആ ഉമ്മ നശിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ചു പോയി. ഉമ്മ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് അവൾ ഉമ്മാക്ക് നേരെ നിന്ന് ചോദിച്ചു, ഉമ്മ എന്താ ഇപ്പോൾ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഷാനുവിൻ്റെ പെണ്ണായിട്ടേ ഈ വീട്ടിലേക്ക് വരേണ്ടവളായിരുന്നു അവർ. രണ്ടാൾക്കും നല്ല ഇഷ്ടമായിരുന്നു പരസ്പരം. അവരെ കുറച്ച് നാറിയ കുടുംബക്കാർ കാണാൻ അവരെ ആഗ്രഹം നടക്കാതെ പോയത്. അല്ലെങ്കിൽ ഇന്ന് ഈ വീട്ടിൽ എൻ്റെ കൊച്ചുമക്കൾ ഓടി നടന്നേനെ. അവരോടുള്ള ദേഷ്യം ഉമ്മ പാത്രങ്ങളോട് തീർത്തുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ജിനു തളർച്ചയോടെ ഭിത്തിയിലേക്ക് ചാഞ്ഞു നിന്നു. ഈ ഉമ്മാക്ക് എന്തിൻ്റെ കേടായിരുന്നു? ഷാനു ഒന്നും അറിയിക്കാതെ കൊണ്ടു നടന്നിട്ട് ഈ ഉമ്മ ഇപ്പോൾ നശിപ്പിച്ചു. ഇനിയിപ്പോൾ അവൾക്ക് ടെൻഷനാവാൻ വേറെ കാരണങ്ങളൊന്നും വേണ്ട. എന്തെങ്കിലും പറഞ്ഞ് അവളെ മൂഡ് മാറ്റണം. അവർ സംസാരിച്ചതൊന്നും അറിയാതെ റിൻഫ ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. റിനു ആയിരുന്നെങ്കിൽ ഇന്ന് ഷാനുവിന് ഈ അവസ്ഥ വരില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ ശേഷം സന്തോഷം എന്താണെന്ന് അവൻ അറിഞ്ഞിട്ടുണ്ടോ? നീ വന്ന് കയറാൻ നേരമില്ലാതെ അവൻ തളർന്നു പോയില്ലേ? രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വണ്ടിയെടുത്ത് പുറത്തു പോകുന്നവനല്ലേ. ഇന്ന് വരെ ഒരു മുള്ളു പോലും കുത്തിയിട്ടില്ല. അവൻ ഈ ഒരു കല്യാണം കഴിഞ്ഞതോടുകൂടെ അവൻ്റെ ജീവിതം തന്നെ നശിച്ചു പോയി. കയറി വന്ന പെണ്ണിൻ്റെ മനസ്സ് നന്നല്ലെങ്കിലേ കെട്ടിയ ആണിനാ ദോഷമുണ്ടാവുക. പാവം എൻ്റെ കുട്ടീൻ്റെ അവസ്ഥ. ഇനി എന്നാ എൻ്റെ മോനൊന്ന് എണീറ്റ് നടന്ന് ഞാനൊന്ന് കാണുക. അവർ തലയിലെ തട്ടം കൊണ്ട് കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. ഉമ്മ ലാസ്റ്റ് പറഞ്ഞത് കേൾക്കാതെ ആദി റൂമിലേക്ക് കയറിപ്പോയിരുന്നു. ഷാനു, ആ ജിനു ഇവിടെ? എല്ലാം സാറിൻ്റെ ഉമ്മ കൊളാക്കി. നീ എന്താ പറഞ്ഞു വരുന്നത്? പിന്നെ താഴെ നടന്ന കാര്യങ്ങളെല്ലാം ആദി ഷാനുവിനെ പറഞ്ഞു കേൾപ്പിച്ചു. ഇനി എന്ത് ചെയ്യും ആദി? അതാണ് ഞാനും ആലോചിക്കുന്നത്. നീ വേഗം പോയി അവളെ ഞാൻ വിളിക്കുന്നെന്ന് പറ. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്ന് കരഞ്ഞോണ്ട് നിൽക്കും. കിട്ടിയ അവസരം ഉമ്മ അവളെ വെച്ച് അവളെ വേദനിപ്പിക്കുകയും ചെയ്യും. നീ വേഗം പോയി വിളിച്ചു വാ. ഞാൻ വേഗം പോയി വിളിക്കാം. അവൻ താഴേക്ക് ചെല്ലുമ്പോൾ റിൻഫ മാത്രമുണ്ട് ഹാളിലെ ഫോണിൽ സംസാരം കഴിഞ്ഞുള്ള ഇരിപ്പാണെന്ന് ആദിക്ക് മനസ്സിലായി. അവളെ നോക്കി കൈക്കൊണ്ടൊരു ഹായ് പറഞ്ഞ് ആദി നേരെ കിച്ചണിലേക്ക് പോയി. അപ്പോൾ ഉമ്മ മാത്രമേ എവിടെയുള്ളൂ. ഉമ്മ, ജിനി എവിടെ? അവൾ അവിടെ എവിടെയെങ്കിലും കാണും. എന്താ? അവളെ നോക്കി നിൽക്കലാണോ എനിക്ക് പണി? അവൻ്റെ ചോദ്യം ഇഷ്ടപ്പെടാത്തതുപോലെ ഉമ്മ ഒരു മറുപടി കൊടുത്തു. നീ ആരെയെ നോക്കുന്നത്? മറ്റെല്ലാ റൂമിലേക്കും എത്തി നോക്കുന്ന ആദിയെ നോക്കി റിൻഫ ചോദിച്ചു. ഞാൻ ജിനുവിനെ നോക്കിയതാ. സാറ് വിളിക്കുന്നുണ്ട് അവളെ. അവൾ ബാത്റൂമിലുണ്ടെന്ന് തോന്നുന്നു. റിൻഫ ഒരു സംശയം പോലെ പറഞ്ഞു. നീ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് ഡോറിൽ തട്ടി നോക്കട്ടെ. ഉണ്ടെങ്കിലേ അവളോട് റൂമിലേക്ക് വരാൻ ഷാനു പറയുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി. ആ, ഞാൻ പറയാം, നീ പൊയ്ക്കോ. എവിടെ അതി? അവളെ നീ വിളിച്ചില്ലേ? അവിടെ ഒന്നും കാണുന്നില്ല. അവളെ കാണുന്നില്ലെന്നോ? ഉമ്മാനോട് ചോദിച്ചപ്പോൾ ഉമ്മ എന്നോട് ദേഷ്യപ്പെട്ടു. പിന്നെ ആ മറ്റേ റിൻഫ പറഞ്ഞത് ബാത്റൂമിലുണ്ടെന്ന്. ഏത് നശിച്ച നേരത്താവാണോ തള്ളക്ക് ഇങ്ങനത്തെ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി പറയാൻ തോന്നിയത്? അവൾ സന്തോഷം ഇല്ലാതാക്കിയപ്പോൾ തള്ളക്ക് സന്തോഷമായിട്ടുണ്ടാവും. നീ ഒന്നുകൂടി ഒന്ന് പോയി നോക്കിയേ. എണീറ്റ് പോവാൻ പറ്റാത്ത അവസ്ഥയായി. ഇല്ലെങ്കിലേ ഞാൻ പോയി അവളെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നേനെ. ആദി താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ജിനു മുകളിലേക്ക് കയറി വരുന്നത് കണ്ടത്. മുഖം കണ്ടാലറിയാം നന്നായി കരഞ്ഞിട്ടുണ്ടെന്ന്.
എന്തോ ആലോചിച്ചു കൊണ്ടാണ് ഓരോ സ്റ്റെപ്പുകളും കയറുന്നത്. അവളെ കണ്ടതും ആദ്യ വേഗം ഷാനുവിൻ്റെ റൂമിലേക്ക് തന്നെ പോയി. എന്തേ നീ അവളെ വിളിച്ചില്ലേ? ദേ വരുന്നുണ്ട്. എങ്കിലേ കുറച്ച് സമയം നീ ഒന്ന് മാറി നിൽക്കേ, ഞാൻ അവളെ ഒന്ന് മൈൻഡൊക്കെ ഓക്കെ ആക്കട്ടെ. ഓക്കെ, ഞാൻ എൻ്റെ റൂമിൽ കാണും കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഷാനുക്ക. ആ വിളിയിൽ അവളുടെ ശബ്ദത്തിൻ്റെ മാറ്റം അവർ തിരിച്ചറിഞ്ഞു. ഡോറിന് മുമ്പിൽ നിന്ന് വിളിക്കാതെ ഇവിടേക്ക് കയറി വാ. വരുമ്പോൾ ആ ഡോർ അടച്ചേക്ക്. അങ്ങനെ വെറുതെ അടക്കാനല്ല പറഞ്ഞത്. ഡോർ അടച്ചിട്ട് ലോക്ക് ചെയ്യും. ഇനി ഇവിടെ വന്നിരിക്കേ. അവൻ്റെ ബെഡിലേക്ക് ഇരിക്കാൻ പറഞ്ഞിട്ട് അവൻ അവളെ ഒന്ന് നോക്കി. അവളുടെ മുഖം കണ്ടാലറിയാം നല്ല പോലെ കരിഞ്ഞിട്ടുണ്ടെന്ന്. നിന്റെ മുഖം എന്താ വല്ലാതെ ഇരിക്കുന്നത്? നീ കരിഞ്ഞോ? ഇല്ല. അവൾ അതേ നിൽപ്പ് തന്നെയായിരുന്നു. നിന്നോട് ഞാൻ ഇരിക്കാൻ പറഞ്ഞിട്ട് നീ എന്താ ഇരിക്കാത്തത് ജിനു? ഞാൻ ഇവിടെ നിന്നോടാം. അതെന്താ? എന്നെ അനുസരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എനിക്ക്? ഇല്ല. പിന്നെ എന്താടി ഇവിടെ ഇരുന്നാൽ? ഇരിക്കടി. ആ ശബ്ദം ഉയർന്നതും അവൾ പോലും അറിയാതെ ബെഡിലേക്ക് ഇരുന്നു. അപ്പോൾ പറയേണ്ടതുപോലെ പറഞ്ഞ് ഇരിക്കാൻ അറിയാലേ. ഇനി പറ, എന്തിനാ കരഞ്ഞത്? ഇല്ലെന്ന് പറയാനാണെങ്കിൽ ഉദ്ദേശമെങ്കിൽ അത് വേണ്ട. കരഞ്ഞതല്ല, കണ്ണിലെ കരട് പോയതാ. ആരായിരുന്നോ കരട്? ഉമ്മയോ അതോ? അവൻ പറയാൻ വന്നത് പറയാതെ അവളുടെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഞാൻ ചോദിച്ചതിന് ആൻസർ പറഞ്ഞില്ലെങ്കിലേ എനിക്ക് ദേഷ്യം വരും. വെറുതെ എൻ്റെ നല്ല സ്വഭാവം നീ മാറ്റണ്ട. ഞാൻ പറഞ്ഞല്ലോ ഷാനുക്ക, കരട് പോയതാ. ആ കരട് ഷാനുക്ക വിചാരിക്കുന്ന പോലെ ഉമ്മയല്ല, പിന്നെ ഞാനാണോ? അവനത് ചോദിക്കാൻ നേരമില്ലാതെ അവളെൻ്റെ വായ പൊത്തി. ആവശ്യമില്ലാത്തതൊന്നും പറയല്ലേ. പിന്നെ എന്താ ഞാൻ ചോദിക്കുന്നതിന് നിനക്ക് മറുപടി പറഞ്ഞാൽ? അവളെ കൈ എടുത്തു മാറ്റിക്കൊണ്ട് അവൻ ചോദിച്ചു. ഉമ്മ നിന്നെ എന്ത് പറഞ്ഞിട്ടാണ് വേദനിപ്പിച്ചത്? പിന്നെ അവൾ വിക്കി ഉമ്മ പറഞ്ഞതെല്ലാം അവനോട് പറഞ്ഞു. അവനോട് പറയുമ്പോൾ ഉമ്മയോട് ഇതേക്കുറിച്ച് ഒന്നും ചോദിക്കരുത് എന്ന് അവൾ മുൻകൂർ ജാമ്യം എടുത്തിരുന്നു. നിനക്കെന്നെ വിശ്വാസമില്ലേ? ഉണ്ട്. പിന്നെ എന്തിനാടി ഈ സങ്കടം? അങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞില്ലേ. ഇന്ന് അവൾക്കുള്ളതുപോലൊരു കുടുംബം എനിക്കുണ്ട്. അതിന് എനിക്ക് യാതൊരു സങ്കടവും ഇല്ല. അതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതല്ലേ. നീ എന്തിനാ കരഞ്ഞത്? അത് പിന്നെ മടിക്കാതെ പറ ജിനു. ഷാനുക്ക, ഉമ്മാനോട് ചോദിക്കില്ലെന്ന് വാക്ക് പറഞ്ഞ് ഞാൻ പറയാം. അങ്ങനെ വാക്കൊന്നും പറയാൻ എനിക്ക് പറ്റില്ല എന്ന് കരുതി എന്നോട് പറയാൻ വന്നത് പറയാതെ നിനക്ക് ഇവിടുന്ന് ചലിക്കാനും പറ്റില്ല. ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഷാനുക്ക ഉമ്മാനോട് ചോദിച്ചാൽ ഉമ്മാക്ക് എന്നോട് ദേഷ്യം കൂടെയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിന്നെ വേദനിപ്പിച്ചവരെ നോക്കി ഞാൻ മിണ്ടാതെ നിൽക്കണോ? കഴിഞ്ഞു പോയ കാര്യങ്ങൾ കുത്തിപ്പിക്കി നിന്നോട് പറഞ്ഞത് തെറ്റ് തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ നിന്നെ വേദനിപ്പിക്കുകയും ചെയ്യും. സാരില്ല, അത് വിട്ടേക്ക് ഷാനുക്ക. നിനക്ക് സാരില്ലെങ്കിൽ എനിക്ക് സാരിയുണ്ട്. അതുവരെ ശാന്തമായി സംസാരിച്ചവൻ വീണ്ടും ദേഷ്യമായത് കണ്ട് അവളിൽ പിന്നെയും ഭയം കൂടി. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ.